കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ രഞ്ജിതയും പങ്കജും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അപ്പം പങ്കജിനോട് രഞ്ജിത പറയുന്നുണ്ട്, മോനെതേ നീ ഇന്ന് ഓഫീസിൽ സൈറ്റ് വിസിറ്റിങ്ങിനൊന്നും പോവണ്ട, ഇന്ന് നീ പറ്റിയാൽ പൂജയും കൂട്ടി ഒന്ന് കറങ്ങാൻ പോയിക്കോളാൻ പറയുക. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ദാ നമ്മുടെ പൂജ അവരുടെ വീട്ടുപിടിക്കൽ വരിക കേട്ടോ. വന്ന പാടെ തന്നെ പങ്കജയെന്ന് വിളിക്കുകയാണ്. അപ്പൊ പങ്കജാണെങ്കിലോ ആ പൂജ വാ കയറി വാന്ന് പറയുക. രഞ്ജിത നമ്മുടെ പൂജയെ കണ്ട പാടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം ചെന്നിട്ട് മോളെ പൂജ നിനക്ക് സുഖാണോ, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പം ആ ആന്റി കുഴപ്പമൊന്നുമില്ല. അപ്പം ഇവളൊരു നിമിഷം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, രഞ്ജിത ആന്റിക്ക് എന്താണ് പറ്റിയത്, എന്താണിപ്പോ പെട്ടെന്നൊരു സ്നേഹം എന്നുള്ള രീതിയിൽ. അപ്പൊ പങ്കജാണെങ്കിലോ അമ്മ എന്നാ ഞാൻ ഓഫീസിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം ആ പോയിക്കോളൂ, പിന്നെ അമ്മ ഡോക്ടറിനെ കാണാനുള്ള കാര്യങ്ങൾ അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്തിട്ടുണ്ട്, മറക്കാതെ ഡാഡിയും കൂട്ടി പോയിക്കോളണം എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിനും ഒരു നിമിഷം രഞ്ജിത ഒന്ന് ആലോചിച്ച് നിന്നതിന് ശേഷം ഞാൻ ആശുപത്രിയിൽ പോയിക്കോളാം എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം പൂജയാണെങ്കിലും എന്നാ ബാ പങ്കജ് ആന്റി ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ആന്റിയോടും ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം പൂജയും പങ്കജും കൂടി പോയ സമയം നമ്മുടെ അരവിന്ദൻ ചോദിക്കുന്നുണ്ട്, രഞ്ജു നിനക്ക് എന്താ അസുഖം, നീ എന്തിനാ ഡോക്ടറെ കാണുന്നത്? അതെ അത് ഞാനും പങ്കജും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്, പക്ഷേ അത് നിങ്ങളോട് പറയാനുള്ള സമയമായിട്ടില്ല, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ എന്ന് പറയുകയാണ്. തല വെച്ച് നോക്കിയാൽ ഈ രണ്ട് തലയെക്കാട്ടിലും വലിയ തല എന്റേത് തന്നെയാണ്, എന്നിട്ട് ഈ അരവിന്ദന്റെ തലയ്ക്ക് ഒരു വിലയില്ലല്ലോ എന്നും പറഞ്ഞ അരവിന്ദൻ ഇങ്ങനെ നിന്ന് പിറുപിറുക്കുകയാണ്. അപ്പൊ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് സുമിത്രയാണ് കേട്ടോ. അപ്പൊ സുമിത്രയാണെങ്കിൽ ഇതാ നമ്മുടെ ചിത്രയ്ക്ക് ചായയൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിത്രയാണെങ്കിലോ സുമിത്രയുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുക. അല്ല ചേച്ചി സിദ്ധുവേട്ടൻ എന്നും മടങ്ങിപ്പോകും, ഇനി ഇവിടെ എങ്ങാനും സ്ഥിരതാമസം ആക്കുവോ ചേച്ചി, ഞാനൊരു കാര്യം ചേച്ചിയോട് ചോദിച്ചോട്ടെ, ചേച്ചിയുടെ ജീവിതത്തിലേക്ക് ഇനി സിദ്ധുവേട്ടൻ വീണ്ടും വരുമോ എന്ന് ചോദിക്കുകയാണ് ചിത്രയുടെ ഈ ചോദ്യം കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്ര ചെറിയൊരു പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, ഒരിക്കലും സിദ്ധാർത്ഥ് എന്ന് പറയുന്ന മനുഷ്യൻ എന്റെ ജീവിതത്തിലേക്ക് വരില്ല, പിന്നെ അയാൾ എപ്പോ പോണം എവിടെ എങ്ങനെ പോണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, എന്റെ വീടാണ്, ഞാൻ വാടകയ്ക്ക് എടുത്ത വീടാണ് ിത് പിന്നെ സരസ്വതി അമ്മ സമ്മതിച്ചില്ലെങ്കിലോ എന്നുള്ള കാര്യം നമ്മുടെ ചിത്ര ചോദിക്കുന്നുണ്ട്. അപ്പം സരസ്വതി അമ്മ സമ്മതിച്ചില്ലെങ്കിൽ മകനോടൊപ്പം സരസ്വതി അമ്മയും ഈ വീട്ടിൽ നിന്നും താമസം മാറേണ്ടി വരും. എന്തായാലും ചേച്ചിയുടെ കാര്യത്തിൽ പൂജയ്ക്ക് നല്ല സങ്കടമുണ്ട്. പൂജ ഇന്ന് ഞായറാഴ്ച ആയിട്ട് കൂടി ഓഫീസിലേക്കാന്നും പറഞ്ഞു പോയില്ലേ, അത്ര കണ്ട് അവള് വിഷമിക്കുന്നുണ്ട് ചേച്ചി. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പം അവളുടെ കണ്ണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ കണ്ണിലുണ്ട് അവളുടെ സങ്കടം എന്നുള്ള കാര്യമൊക്കെ ചിത്ര ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ചിത്രയോട് നമ്മുടെ സുമിത്ര പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് എന്റെ പൂജമോള് കൂട്ടുണ്ട്, ആ ഒരു കൂട്ട് മാത്രം മതി, ഇനി എന്റെ ജീവിതത്തിലേക്ക് ഒരാൾക്കും സ്ഥാനം ഇല്ല എന്നുള്ള കാര്യം സുമിത്ര അങ്ങ് പറയുക കേട്ടോ. അങ്ങനെ ചിത്രത ദീപുവിനെയും കൂട്ടി അപ്പുവിനെയും ഒക്കെ കൂട്ടി നമ്മുടെ സിദ്ധാർത്ഥിന്റെ റൂമിലേക്ക് ചെല്ലുന്ന പാടെ തന്നെ സിദ്ധു ആണെങ്കിലോ അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ ഇരിക്കുമ്പോഴത്തേക്കിനും സിദ്ധുവേട്ട ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചിത്ര ചോദിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ചെറിയ പെയിനൊക്കെ ഉള്ളൂ, എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, സർജറി ചെയ്തതിന്റെ ചില വിഷമങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇവൻ പറയുകയാണ്. അപ്പൊ ഉടനെ തന്നെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, അങ്കിളിനെ വീണ്ടും കാണാൻ പറ്റിയല്ലോ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അപ്പുവും പറയുകയാണ്. ദീപു ആണെങ്കിലോ കുറച്ചു സമയത്തേക്ക് ആലോചനയിലാണ് കേട്ടോ. അപ്പൊ ഇവൻ ആലോചിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പരമശിവത്തിനെയും കൂടെ കൂട്ടുനിന്ന് താനാണ് ശ്രീനിലയം അത് തട്ടിയെടുത്തത് എന്നുള്ള കാര്യം സിദ്ധാർത്ഥൻ അറിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ ഇപ്പൊ തന്നോട് ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ പെരുമാറുന്നത്. അപ്പൊ ഉടനെ തന്നെ സിദ്ധു നമ്മുടെ ദീപുവിനെ തട്ടി വിളിക്കുകയാണ്. അല്ല എന്താണ്, ഭയങ്കര ആലോചനയാണല്ലോ. ഒന്നുമില്ല സിദ്ധു കേട്ടാ, എന്തായാലും ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, അല്ല ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പം ഞാൻ വിദേശത്തൊക്കെ ആയിരുന്നു, പിന്നെ കുറച്ചു നാൾ ഉത്തരേന്ത്യയിലും ഒക്കെ ആയിരുന്നു, എൻ്റെ സ്വന്തക്കാരെയൊക്കെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്, അല്ല ഇനിയിപ്പം നാട്ടിൽ നിൽക്കാനാണോ അതോ തിരിച്ചു പോകാനാണോ പ്ലാൻ എന്നൊക്കെ ദീപു ചോദിക്കുമ്പം അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം സിദ്ധാർത്ഥ പറയുകയാണ്. കേൾക്കുമ്പോ നമ്മുടെ അപ്പു പറയുന്നുണ്ട്, എന്തായാലും സിദ്ധാർത്ഥങ്ങളും ആന്റിയും ഒരുമിച്ചല്ലോ, അതിൽ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ചിത്ര പറഞ്ഞ് തിരുത്തുകയാണ് കേട്ടോ. അതിന് അവർ ഒന്നായിട്ടൊന്നും ഇല്ലല്ലോ, ഒരു വീട്ടിൽ താമസിക്കുന്നല്ലേ എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മുടെ സിദ്ധു ഒന്ന് ചിത്രയെ നോക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അവര് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ ദീപു ആണെങ്കിലോ, അതെ ചിത്രേ നീയും മോനും കൂടെ ഫ്രണ്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇപ്പൊ വരാം, എനിക്ക് സിദ്ധുവേട്ടനോട് തനിച്ചൊരു കാര്യം സംസാരിക്കണമെന്ന് പറയുകയാണ്. അതെ ശ്രീനിലയത്തിന്റെ കാര്യം ചോദിക്കും
ചോദിക്കാനാണ് ഞാൻ വന്നത്. ശ്രീനിലയെ എങ്ങനെയാണ് സിദ്ധുവേട്ടൻ വിറ്റതാണോ എന്ന് ചോദിക്കുമ്പം അതിനിടയിൽ ഒരുപാട് ചതികളുണ്ട് എന്നുള്ള കാര്യം സിദ്ധാർത്ഥ് ദീപുവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. അല്ല, ആരാണ് ചതിച്ചത്? പരമശിവ ആണോ എന്ന് ചോദിക്കുമ്പം പരമശിവത്തെ ദീപു എങ്ങനെ അറിയും? ദീപുവിന് അറിയാവുന്ന ആളാണോ പരമശിവം എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സിദ്ധു. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ ദീപു ഉരുണ്ട് കളിക്കാൻ തുടങ്ങി കേട്ടോ. ഇനി എന്താണ് ദൈവം, ഇയാൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വം പറയാത്തതാണോ? എന്തായാലും ആ വീട് തട്ടിയെടുത്ത പരമശിവത്തിനോടൊപ്പം മറ്റു ചില ആൾക്കാരും കൂടി കളിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടുന്ന ശിക്ഷ ഞാൻ കൊടുത്തിരിക്കുമെന്നുള്ള കാര്യം സിദ്ധാർത്ഥ ദീപുവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പൊ ദീപുവിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ സിദ്ധുവിന് അറിയാമെന്ന് തന്നെയാണ്. പക്ഷെ ഇതൊന്നും പുള്ളിക്കാരൻ പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെതാ പുള്ളി ഇങ്ങനെയൊക്കെ നിന്ന് വർത്താനമൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ദീപുവിനാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. എന്നാൽ ശരി കേട്ടോ, ഞാൻ ഇറങ്ങുകയാണ് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ഇതാ സുമിത്രയെ പിടിച്ചിരുത്തി ഭയങ്കര ഉപദേശമാണ്. സുമിത്രേ, നീ പല കാര്യങ്ങളും എൻ്റെ മോന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല, നീ ചെയ്തു കൊടുക്കണം. നിന്റെ 3 കുട്ടികളുടെ അച്ഛനല്ലേ അവൻ എന്നൊക്കെ പറയുമ്പം നമ്മുടെ അപ്പു ആണെങ്കിലോ, അല്ല ആൻറ്റി, പൂജ ഇപ്പോഴെങ്ങാനും വരുമോ? പൂജയെക്കാത്താണ് ഞാനിവിടെ ഇരിക്കുന്നത് ചെറുക്കാന്നും പറഞ്ഞ് സരസ്വതി അമ്മ നമ്മുടെ അപ്പുവിനെ വിളിക്കുകയാണ്. അതെ, ആനക്കാര്യത്തിനിടക്കല്ല നിന്റെ ഒരു ചേനക്കാര്യം. എടാ, നീ അടങ്ങി അവിടെങ്ങാനും ഇരിക്കും. ഏത് നേരം ഉണ്ട് പൂജ 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 എന്നും പറഞ്ഞ്. ഇതെന്താടാ ചെക്കാന്നൊക്കെ ചോദിച്ച് അപ്പൂനെ ഇങ്ങനെ കളിയാക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ട് ദീപു വരികയാണ്. ആ വന്നല്ലോ, എന്തായിരുന്നു അളിയനും കൂടി ഒരു രഹസ്യം പറച്ചിലെന്ന് നമ്മുടെ സുമിത്ര ചോദിക്കുകയാണ്. അതെ, ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. പൊന്ന് സുമിത്രേച്ചി, ഒരുപാട് നിഗൂഢതകളൊക്കെ ഒളിപ്പിച്ചു വെച്ച മനുഷ്യനാണ് ഇങ്ങേര്. വല്ലവരും വല്ല കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങേരുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം തന്നെ ഞാനും എൻ്റെ മോനും ഒക്കെ അറിയുന്നത്. അതുകൊണ്ട് സുമിത്രേച്ചി വളർത്തിയ പൊന്നുമോനൊന്നും അല്ല ഇതെന്നും പറഞ്ഞ് ചിത്രം നമ്മുടെ ദീപുവിനെ കളിയാക്കുമ്പോഴത്തേക്കിനും ദീപു പറയാം, ചേച്ചി ഇനി അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ഞങ്ങൾ ഇറങ്ങുക കേട്ടോ എന്നും പറഞ്ഞ് അവരവിടുന്ന് പോവുക. അപ്പൊ ഈ സമയത്താണ് സൈറ്റ് വിസിറ്റിങ്ങിനെന്നും പറഞ്ഞ് ഇറങ്ങിയ പങ്കജാണല്ലോ. അപ്പം വഴി വെച്ച് നമ്മുടെ പൂജ ചോദിക്കുന്നുണ്ട്, അല്ല പങ്കജ്, രഞ്ജിതാന്റിക്ക് എന്താണ് അസുഖം? ഏതോ ഒരു ഡോക്ടറെ കാണുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതുണ്ടോ, ഒരുപാട് പറയാനുണ്ടെന്നും പറഞ്ഞ് പങ്കജ് കാർ അവിടെ നിർത്തുകയാണ്. രണ്ടാളും കാറിന് വെളിയിൽ ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പങ്കജാണെങ്കിൽ ഹോ എന്താ ഭാവ അഭിനയം. അങ്ങനെ പങ്കജ് പറയാണ്, പൂജ, നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയൊന്നും അല്ല മമ്മി ആളൊരു പാവാടോ. മമ്മി കുറച്ചധികം ദിവസമായി മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ടെന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പം പൂജ ചോദിക്കുന്നുണ്ട്, അതെന്താ മമ്മിക്ക് എന്താ ഉറങ്ങാൻ പറ്റാത്തത്? ആന്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടടോ, ഉണ്ട്. അമ്മ ഒരുപാട് ദുസ്വപ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ദുസ്വപ്നോ? അത് കാരണം അമ്മയ്ക്ക് ഉറക്കമില്ല. അമ്മ കാണുന്ന സ്വപ്നങ്ങളിൽ മുഴുവൻ തൻ്റെ അച്ഛനാണ് എന്നുള്ള സത്യം പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പൂജയ്ക്ക് വലിയ വിഷമമൊക്കെ ആയി. പൂജ, നീ അനുഭവിക്കേണ്ട സ്വത്തുക്കളാണല്ലോ നിന്റെ അച്ഛൻ വിൽപത്രത്തിലൂടെ എൻ്റെ അമ്മയ്ക്ക് എഴുതി കൊടുത്തത്. അതിന്റെ ഒരു കുറ്റബോധത്തിലാണ് ഇപ്പൊ എൻ്റെ അമ്മ. ആകെ മൊത്തം നീറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജയുടെ മനസ്സിലേക്ക് സെന്റിമെന്റ്സ് ഇങ്ങനെ ഇടിച്ചു തള്ളിക്കൊണ്ടിരിക്കുകയാണ് പങ്കജ്. പക്ഷെ പൂജ പാവമുണ്ട് കേട്ടോ. ഇവന്റെ കള്ളത്തിലൊന്നും മനസ്സിലാകുന്നില്ല. പൂജ വിചാരിക്കുന്നത് സത്യം തന്നെയാണ്. രഞ്ജിതാന്റിക്ക് ഇങ്ങനെയുള്ളൊരു അസുഖമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി എന്തൊക്കെ വന്നാലും എൻ്റെ അമ്മ പഴയതുപോലെയൊന്നും ആയിരിക്കില്ല. തന്നെ ഒരുപാട് സ്നേഹിക്കും, തന്നെ ചേർത്ത് നിർത്തും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം അത് കേട്ടപ്പോൾ നമ്മുടെ പൂജയാണെങ്കിലോ, എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ? ഞാനൊരു കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിടോ, പതിയെ ശരിയാകുള്ളൂ. പക്ഷേ തൻ്റെ പ്രസൻസ് അത് ആവശ്യമാണെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എൻ്റെ അമ്മയെ പഴയതുപോലെ തന്നെ എനിക്ക് തിരികെ ലഭിക്കണമെന്നുള്ള കാര്യമൊക്കെ പങ്കജ് പറഞ്ഞ് പങ്കജ് പൊട്ടിക്കരയാണ്. പങ്കജിന്റെ കരച്ചിൽ കാണുമ്പോഴോ നമ്മുടെ പൂജയാണെങ്കിൽ പങ്കജിനെ ആശ്വസിപ്പിക്കുകയാണ്. പങ്കജ്, നീ വിഷമിക്കൊന്നും വേണ്ട, രഞ്ജിതാന്റിയുടെ അസുഖമൊക്കെ മാറും, എല്ലാം പഴയതുപോലെ തന്നെ ആകുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാന്നൊക്കെ പറയുകയാണ്. അപ്പം പങ്കജാണെങ്കിലോ ഏറ്റിട്ടുണ്ട്, അവൾ നിന്ന് കരയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴോ നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ്. അപ്പൊ സരസ്വതി അമ്മയോട് സുമിത്ര ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഒട്ടനെ നമ്മുടെ സരസ്വതി അമ്മ, അല്ല സുമിത്ര, നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? എൻ്റെ മകന് മരുന്ന് കൊടുക്കേണ്ട സമയമായി, എന്നിട്ട് നീ അവന് മരുന്ന് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അല്ലമ്മേ, അമ്മയുടെ മോന് മരുന്ന് കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ അമ്മ കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ശീതളുണ്ടല്ലോ, ശീതൾ കൊടുക്കട്ടെ എന്ന് പറയുകയാണ്. പക്ഷെ സരസ്വതി അമ്മ ജന്മം ചെയ്താൽ അത് സമ്മതിക്കില്ല കേട്ടോ. സരസ്വതി അമ്മ പറയുന്നത്, എൻ്റെ മകന്റെ 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് നീ, അതുകൊണ്ട് നീ തന്നെ അവനെ നോക്കണം. ദേ അതും ഇതും പറഞ്ഞ് എൻ്റെ മകൻ മരിച്ചു പോകാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ തന്നെ സമയം തെറ്റി മരുന്ന് കഴിച്ചാൽ എൻ്റെ മകന് വേദന സഹിക്കാൻ പറ്റുമോ? നീ എന്തൊക്കെ ക്രൂരതയാണ്, ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എങ്ങനെയാണ് സുമിത്ര എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ ഡയലോഗ് അടിക്കുകയാണ്. അപ്പോഴത്തേക്കിനും സുമിത്ര പറയുന്നുണ്ട്, അമ്മേ, ശത്രുക്കൾക്ക് പോലും ഒരു ദ്രോഹവും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഈ സുമിത്ര.
അങ്ങനെയുള്ള എന്നെ അമ്മ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഞാൻ സിദ്ധാർത്ഥിന് മരുന്ന് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോളാന്ന് പറയാണ്. അങ്ങനെ സുമിത്ര ദാസ് സിദ്ധുവിന്റെ അടുത്തേക്ക് പോകുന്ന സമയം സരസ്വതി അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എടി മോളെ സുമിത്രേ, നിന്നെ എന്തായാലും എൻ്റെ മോന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഞാൻ കയറ്റും. നീ എൻ്റെ മകനെ പരിചരിച്ച് അവന്റെ ജീവന്റെ ഭാഗമായി മാറണം. എന്തായാലും എൻ്റെ കുഞ്ഞിന് ഒരു തുണ ആവശ്യമാണല്ലോ, അതെന്തായാലും നീ തന്നെ മതി എന്നുള്ള രീതിയിൽ സരസ്വതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് കാണിക്കുകയാണ്. അപ്പൊ സുമിത്രയാണെങ്കിലോ സിദ്ധുവിന്റെ റൂമിൽ എത്തിയതും സിദ്ധാർത്ഥ് നല്ല ഉറക്കത്തിലാണ്. സിദ്ധുവിനെ എങ്ങനെ വിളിക്കും എന്ന് ആലോചിച്ച് ആശങ്കപ്പെട്ട് നിൽക്കുന്ന സുമിത്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്